الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فكلوا مما رزقكم الله حلالا طيبا واشكروا نعمة الله إن كنتم إياه تعبدون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമദാൻ കഴിഞ്ഞ് 2-3 ആഴ്ചകൾ പിന്നിട്ടു. 4-ാമത്തെ വെള്ളിയാഴ്ചയിലാണ് റമദാനിന് ശേഷം നാം ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നാം ഹജ്ജ് കാലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിലെ നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, മറ്റ് ആരാധനാ കർമ്മങ്ങളെല്ലാം ലക്ഷ്യമാക്കുന്നത് നമ്മിൽ തഖ്വയുണ്ടാവുക എന്നുള്ളതാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളെല്ലാം അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളത് എന്ന് ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചും അവൻ നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും അകന്നും ജീവിക്കലാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ തഖ്വയുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. എല്ലാ മേഖലയിലും വേണം തഖ്വ. ആത്മീയ രംഗത്ത് തഖ്വ വേണം. സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലും സാമ്പത്തിക രംഗത്തും തഖ്വ ആവശ്യമാണ്. രാഷ്ട്രീയ മേഖലകളിൽ പാലിക്കേണ്ടുന്ന ജാഗ്രതയെ സംബന്ധിച്ച് ഇലക്ഷന് മുന്നോടിയായി നാം പലപ്പോഴുമായി സൂചിപ്പിച്ചിരുന്നു. അതിലേക്ക് ഇനി കടന്നു പോകുന്നില്ല. സാമ്പത്തിക രംഗത്ത് പാലിക്കേണ്ടുന്ന തഖ്വയെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തിക അച്ചടക്കം ഒട്ടുമില്ലാത്ത ഒരു സമൂഹമായി പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സാമ്പത്തിക രംഗത്തെ തഖ്വയെ സംബന്ധിച്ചുള്ള നിരന്തരമായ ഉത്ബോധനം നമ്മുടെ മിമ്പറുകളിൽ നിന്ന് ആവശ്യമായി വരുന്നു എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഊന്നി കുറച്ചധികം കാര്യങ്ങൾ പരാമർശിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്തുൻ നഹ്ൽ 114-ാം വചനമാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. അള്ളാഹു പറയാണ്, ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. ഹലാല് ഭക്ഷിക്കണം, ത്വയ്യിബും ഭക്ഷിക്കണം. അല്ലാഹ് അനുവദിച്ചതും നല്ലതും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടതും അല്ലാഹു അനുവദിച്ചതുമായ കാര്യങ്ങൾ, അത് മാത്രമേ നിങ്ങൾ ആഹരിക്കാൻ പാടുള്ളൂ. അത് മാത്രമേ നിങ്ങളുടെ സമ്പാദ്യമായി ഉണ്ടാവാൻ പാടുള്ളൂ.
വഷ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ കീഴ്പ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും സിക്ർ സ്വലാത്തുകളും അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇതെല്ലാം നിങ്ങൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ചു തന്നത് എന്തിനാണ്? നിങ്ങൾ തഖ്വയുള്ളവരാവുന്നതിന് വേണ്ടി. സാമ്പത്തിക രംഗത്തും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണത്. അള്ളാഹുവിനെ നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കണം. നല്ലതുപോലെ സാമ്പത്തിക മേഖലയിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചു തന്ന നല്ലതും അനുവദനീയമായതും മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാൻ പാടുള്ളൂ, നിങ്ങളുടെ സമ്പാദ്യമായിട്ടുണ്ടാവാൻ പാടുള്ളൂ. ഖുർആൻ പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഇടങ്ങളിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ മാലിഹി മിൻ ഐന യക്തസബഹു വഫീമ അൻഫഖഹു. നാളെ പരലോകത്ത് അടിമയുടെ കാൽപാദം ഒരടി പോലും മുന്നോട്ട് വെക്കുക സാധ്യമല്ല. ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് വരെ അയാളുടെ സമ്പത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണത്. മിൻ ഐന യക്തസബഹു, എവിടെ നിന്നാണ് അയാളത് സമ്പാദിച്ചത്? വഫീമ അൻഫഖഹു, ഏതെല്ലാം മേഖലയിലാണ് അയാളത് ചെലവഴിച്ചത്? എവിടെ നിന്ന് സമ്പാദിച്ചു, ഏതെല്ലാം മേഖലയിൽ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ അടിമയ്ക്ക് അയാളുടെ കാലടിപ്പാതകൾ ഒരടി പോലും മുന്നോട്ട് വെക്കുക സാധ്യമല്ലെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മനുഷ്യൻ തഖ്വയുള്ളവനാവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നിസ്കാരവും നോമ്പും നിർബന്ധങ്ങൾക്ക് പുറമെ ഐച്ഛികമായ കർമ്മങ്ങളും ഉണ്ടായാൽ അതുകൊണ്ട് മാത്രം അയാൾ തഖ്വയുള്ളവനാവില്ല. മൈമൂൻ ബിൻ മെഹ്റാൻ റളിയല്ലാഹു അൻഹു പറയാൻ, ലാ യകൂനു റജുലു തഖിയ്യൻ ഹത്താ യഅലമ മിൻ ഐന മൽബസുഹു വമതഅമുഹു വമശ്റബുഹു. ഒരു മനുഷ്യനും തഖ്വയുള്ളവനായി മാറില്ല. ഹത്താ യഅലമ, അയാൾ ഉറപ്പുവരുത്തുന്നത് വരെ, മിൻ ഐന മൽബസുഹു, അയാളുടെ വസ്ത്രം എവിടെ നിന്നാണ്, അയാൾ ധരിച്ചിട്ടുള്ള കുപ്പായം എവിടെ നിന്നാണ്, വമതഅമുഹു, അയാൾ കഴിക്കുന്ന ആഹാരം എവിടെ നിന്നാണ്, വമശ്റബുഹു, അയാളുടെ പാനീയം എവിടെ നിന്നാണ്, അയാളുടെ സമ്പാദ്യങ്ങൾ എവിടെ നിന്നാണെന്ന് ഉറപ്പുവരുത്തുന്നത് വരെ ഒരു മനുഷ്യനും തഖ്വയുള്ളയാളായി മാറുന്നില്ലെന്ന് മൈമൂൻ ബിൻ മെഹ്റാൻ റളിയല്ലാഹു അൻഹു പറയാണ്. സഹോദരങ്ങളെ, ഒരാളുടെ നിസ്കാരം കണ്ട്, അയാളുടെ ഐച്ഛികമായ കർമ്മങ്ങൾ കണ്ട്, സുന്നത്ത് നമസ്കാരങ്ങൾ കണ്ട്, അദ്കാറുകളുടെ ദൈർഘ്യം കണ്ട്, ഖുർആൻ പാരായണത്തിന്റെ ദൈർഘ്യം മാത്രം കണ്ട്, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, അതൊക്കെ വിശ്വാസികൾക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരാൾ മുത്തഖിയാണെന്ന്, ഒരാൾ തഖിയാണെന്ന് വിലയിരുത്തുക സാധ്യമല്ല. മറിച്ച് അയാളുടെ സമ്പാദ്യം എവിടെ നിന്നാണെന്ന് അയാൾ ഉറപ്പുവരുത്തുന്നത് വരെ നിങ്ങളിൽ ഒരാളും തഖ്വയുള്ളവനായി മാറുന്നില്ലെന്ന് മൈമൂൻ ബിൻ മെഹ്റാൻ റളിയല്ലാഹു അൻഹു പറയാണ്. സഹോദരങ്ങളെ, അതാണ് തഖ്വ. എല്ലാ മേഖലയിലും, സാമ്പത്തിക മേഖല ഒരിക്കലും ഒഴിച്ചിടാൻ പറ്റാത്ത ഒരു മേഖലയാണ്. ആ മേഖലയിൽ ഒരച്ചടക്കവുമില്ല. എല്ലാ സാമ്പത്തിക കൃത്രിമത്വങ്ങളും തിരിമറികളും, അഴിമതിയുണ്ട്, പലിശ ബന്ധമുണ്ട്, പൂഴ്ത്തിവെപ്പുണ്ട്, ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ധാരാളമായി അയാളെ സാമ്പത്തിക രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പലിശയുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലിശയുടെ വ്യവഹാരങ്ങളിലും വ്യാപാരങ്ങളിലും അയാൾ നിരന്തരമായി പങ്കാളിയായിക്കൊണ്ടിരിക്കുന്നു. തഖ്വയുള്ളവനാണെന്ന് പറയുക സാധ്യമല്ല. തഖ്വയുണ്ടാവണമെങ്കിൽ, തഖ്വയുള്ളവനാണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഈ ഹറാമുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുവാൻ വിശ്വാസികൾക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. കഴിവിന്റെ പരമാവധി എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് കഴിയുന്ന സാധനമായതുകൊണ്ടാണല്ലോ, കഴിയുന്ന കാര്യമായതുകൊണ്ടാണല്ലോ അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കാൻ പറഞ്ഞത്. പലിശയിൽ നിന്ന് കഴിവിന്റെ പരമാവധി അകന്നു നിൽക്കണം എന്നല്ല പറയേണ്ടത്. പലിശയിൽ നിന്ന് അകന്നു നിൽക്കാൻ, അകന്നുകൊണ്ടുള്ള ജീവിതം മനുഷ്യന് സാധ്യമാണ് എന്ന് പലിശ നിരോധിച്ച റബ്ബിന് അറിയുമല്ലോ. അതുകൊണ്ടല്ലേ അത് നിരോധിച്ചത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ അകന്നു നിന്നുകൊണ്ടുള്ള ജീവിതം സാധ്യമാകുമ്പോഴാണ് നമ്മുടെ തഖ്വ യഥാർത്ഥമാവുന്നത്. അങ്ങനെ തഖ്വ യാഥാർത്ഥ്യമാക്കിയവരുടെ പട്ടികയാണ് നമ്മുടെ മുൻഗാമികളുടെ പട്ടിക എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികളുടെ പട്ടിക എന്ന് പറഞ്ഞാൽ അവർ ഓരോരുത്തരും അങ്ങനെയാണ്. ഒരു ലിസ്റ്റ് എടുത്തുകൊണ്ട് മുൻഗാമികൾ, മഹാന്മാരായ സ്വഹാബി വര്യന്മാർ, മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകളുടെ വരെ ചരിത്രം എഴുതിയാൽ ഈ തഖ്വയാണ് അവർക്കുണ്ടായിരുന്നത്. അവരുടെ ഭാര്യമാർ
ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവരോട് പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾക്ക് വിശപ്പും ദാഹവും പട്ടിണിയും ഒക്കെ ഞങ്ങൾക്ക് സഹിക്കും, പക്ഷേ ഹറാമായ സമ്പാദ്യവുമായിട്ട് ഇങ്ങോട്ട് വരരുത്. സഹാബിമാരോട് അവരുടെ പത്നിമാര് പറഞ്ഞിരുന്ന കാര്യമാണ്. ഞങ്ങൾ വിശന്നോളാം, ഞങ്ങൾ പട്ടിണി കിടന്നോളാം, ഞങ്ങൾ ദാഹിച്ചോളാം, പക്ഷേ ഹറാമായ സമ്പാദ്യവുമായി ഇങ്ങോട്ട് വരരുതെന്ന് സ്വഹാബി വനിതകൾ സ്വഹാബിമാരോട് അവർ ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോരുത്തരും അങ്ങനെയാണ്. ഒന്നാം ഖലീഫ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ അദ്ദേഹം സാധാരണ ചെയ്യുന്ന ഒരു ജോലിയുണ്ട്, അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ. കുറച്ച് കുടുംബങ്ങളിലൊക്കെ ചെന്ന് അവരുടെ മൃഗങ്ങളെ കറന്ന് പാലെടുത്തുകൊണ്ട് അങ്ങനെ ഉപജീവനം നയിച്ചിരുന്ന ഒരു സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഖിലാഫത്ത് ലഭിച്ചു. ഖിലാഫത്ത് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം പഴയ ജോലിക്ക് ഇറങ്ങി പുറപ്പെടുക. അപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ പഴയതുപോലെ ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ ഈ ഉത്തരവാദിത്തം എങ്ങനെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും? അങ്ങേക്ക് വലിയ ഉത്തരവാദിത്തമാണ്, അങ്ങ് അമീറുൽ മുഅ്മിനീനാണ്, മുസ്ലിം ലോകത്തിന്റെ അധിപനായി നായകനായി അങ്ങ് മാറിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ബോധ്യത്തോടുകൂടി അങ്ങ് ഒരു നിശ്ചിത സംഖ്യ ശമ്പളമായി കൈപ്പറ്റണം. അത് കൈപ്പറ്റി അങ്ങനെ ജീവിക്കണം. ഇനി പുറത്തുള്ള ജോലിക്കൊന്നും പോവാൻ പാടില്ല, അതിനൊന്നും സമയം അങ്ങേക്കുണ്ടാവില്ല. ആളുകളുടെ സമ്മർദ്ദ ഫലമായി അദ്ദേഹം പൊതുഖജനാവിൽ നിന്ന് ജനങ്ങളുടെ ഒക്കെ തീരുമാനപ്രകാരം ഒരു നിശ്ചിത തുക ശമ്പളമായി കൈപ്പറ്റുകയാണ്. അങ്ങനെ ചെയ്തു. അങ്ങനെ ഖിലാഫത്തിന്റെ കാലം മുന്നോട്ട് പോയി. പക്ഷേ അപ്പോഴും വല്ലാത്ത പ്രയാസമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതൊക്കെ അനുവദിച്ച കാര്യമാണ്, ദീൻ അനുവദിച്ച കാര്യമാണ്. അതായത് അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ചുമതലകൾ വഹിക്കുന്ന ആളുകൾ അവരുടെ ഉപജീവനത്തിന് ആവശ്യമായ എന്തെങ്കിലും ഒന്ന് പൊതുഖജനാവിൽ നിന്ന് കൈപ്പറ്റുക എന്നത് ദീനിനെതിരായ സംഗതിയല്ല. പക്ഷേ എന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് വല്ലാത്ത പ്രയാസമായിരുന്നു. അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോഴും പറയുന്നത് എന്താ? മക്കളോട് പറയുന്നത്, ലഅല്ലി മാ അഖസ്തു മിൻ ബൈത്തുൽ മാലി ഷൈആ, ബൈത്തുൽ മാലിൽ നിന്ന് പൊതുഖജനാവിൽ നിന്ന് ഒന്നും ഞാൻ സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ പഴയതുപോലെ തന്നെ എൻ്റെ ആ പഴയ ജോലിയും ചെയ്ത് ബൈത്തുൽ മാലിൽ നിന്ന് ശമ്പളമായി പോലും, ആളുകളൊക്കെ പരസ്പര ധാരണ ഉണ്ടെങ്കിൽ പോലും, അറിഞ്ഞിട്ടാണെങ്കിൽ പോലും അതും ഞാൻ സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് വരുമാനമായി കൈപ്പറ്റിയതിന് ബദലായി എൻ്റെ ഇന്നാലിന്ന ധനം നിങ്ങൾ തിരിച്ചടക്കണേ, ബൈത്തുൽ മാലിലേക്ക് അടക്കണേ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവരുടെ ഒരു സൂക്ഷ്മതയാണ്. സാമ്പത്തിക രംഗത്ത് അവർക്ക് കൈകൊണ്ട് ഒരു സൂക്ഷ്മതയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഓരോ ഖലീഫമാരും അങ്ങനെയാണ്. സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചില പ്രവിശ്യകളിൽ നിന്നുള്ള നികുതി വരുമാനം വന്നു. അന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന കാലമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി ഹഫ്സ റളിയല്ലാഹു അൻഹ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന കാലം. പൊതുഖജനാവിൽ നിന്ന് നികുതി വരുമാനം പൊതുഖജനാവിലേക്ക് വന്നപ്പോ ഹഫ്സ റളിയല്ലാഹു അൻഹ പ്രയാസം കൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, പ്രിയ പിതാവേ, വആതിദൽ ഖുർബാ ഹഖഹു എന്നല്ലേ ഖുർആൻ പറയുന്നത്? അടുത്ത കുടുംബക്കാർക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കണമെന്നല്ലേ? അതുകൊണ്ട് അങ്ങയുടെ മകളല്ലേ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രാരാബ്ദങ്ങളൊക്കെ നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് ഒരു വിഹിതം എനിക്ക് തന്നൂടെ? ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ പറയാണ്, വആതിദൽ ഖുർബാ ഹഖഹു എന്ന് പറഞ്ഞ് എൻ്റെ സ്വത്തിൽ നിന്നാണ്. അടുത്ത കുടുംബക്കാർക്ക് അവകാശം നൽകണമെന്ന് പറഞ്ഞ് എൻ്റെ സ്വത്തിൽ നിന്നാണ്. ഇത് പൊതുഖജനാവിലേക്ക് വന്നതാണ്. ഇത് നികുതി വരുമാനമാണ്. ഇത് എൻ്റെ സ്വത്തല്ല. ഇത് മുസ്ലിങ്ങളുടെ സ്വത്താണ്. ഇത് മനുഷ്യരുടെ സ്വത്താണ്, ആളുകളുടെ സ്വത്താണ്. അതുകൊണ്ട് നിനക്ക് പോവാം, എൻ്റെ കയ്യിൽ വലുതൊക്കെ ഉണ്ടാവട്ടെ, എനിക്ക് പ്രത്യേകം സമ്പാദ്യമുണ്ടായാൽ അത് നിനക്ക് തരാം, ഇതിൽ നിന്ന് നിനക്ക് തരാൻ വകുപ്പില്ല. അതാണ് സൂക്ഷ്മത. സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹമാണല്ലോ രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് തേന് കഴിക്കാൻ വല്ലാത്ത ആഗ്രഹം ഭാര്യയോട് പങ്കുവച്ചു. തേന് കഴിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഭക്ഷണത്തോടൊപ്പം തേൻ കൂടി ഭാര്യ സംഘടിപ്പിച്ച് എവിടെന്നോ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഭക്ഷണത്തോടുള്ള ആ ഒരു വിശപ്പ് കാരണം അദ്ദേഹം അതങ്ങ് കഴിച്ചുപോയി. ഇത് എവിടുന്ന സംഘടിപ്പിച്ചതൊന്നും ചോദിച്ചില്ല, അത് മറന്നുപോയി. അങ്ങനെ കഴിച്ചു. കുറച്ചു നേരമായപ്പോഴാണ് എവിടെ നിന്നാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് തേൻ വന്നത്. അപ്പോഴാണ് ഭാര്യ പറഞ്ഞത്, ഇത് നമ്മുടെ ഭൃത്യൻ കൊണ്ടുവന്നതാണ്. 2 ദിർഹം നമ്മുടെ ഭൃത്യന്റെ കയ്യിൽ കൊടുത്ത് തപാൽ കുതിരയുടെ പുറത്ത് അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ച് വാങ്ങിച്ചതാണ്. തപാൽ കുതിരയുടെ പുറത്ത്. തപാൽ കുതിര എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്, മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ സ്വത്താണ്. 2 ദിർഹം ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ്. പക്ഷേ അത് വാങ്ങാൻ വേണ്ടി ഭൃത്യൻ പോയത് തപാൽ കുതിരയുടെ പുറത്താണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പ്രിയ പത്നിയെ വിളിച്ചുകൊണ്ട് തേൻ കഴിക്കൽ നിർത്തി, ഭക്ഷണം കഴിക്കലൊക്കെ നിർത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബാക്കിയുള്ള തേൻ കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്നു. അത് വിറ്റ വില പൊതുഖജനാവിൽ ഏൽപ്പിക്കാൻ കൽപ്പിച്ചു. സഹോദരങ്ങളെ, പിന്നീട് ഭാര്യയോട് പറയാണ്, ഉമറിന് വേണ്ടി രാഷ്ട്രത്തിന്റെ വാഹനം ഉപയോഗപ്പെടുത്താൻ ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത്? ഉമറിന് വേണ്ടി രാജ്യത്തിന്റെ വാഹനം ഉപയോഗപ്പെടുത്താൻ ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത്? ഞാൻ വായിൽ കൈയിട്ട് ഛർദ്ദിച്ചാൽ ആ തേൻ ആർക്കെങ്കിലും ഉപകാരപ്പെടുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനാ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയണം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ട് അതുകൊണ്ട് കാര്യമില്ലല്ലോ, അത് ആളുകൾക്ക് ഉപകാരപ്പെടില്ലല്ലോ. അതാണ് സഹോദരങ്ങളെ സൂക്ഷ്മത എന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാമിക ഉമ്മത്തിന്റെ ചരിത്രം. ഉലൈക ആബാഇ ഫജ്ഇനി ബിമിസ്ലിഹിം എന്ന് പറയുന്നുണ്ടല്ലോ. അവരായിരുന്നു നമ്മുടെ പിതാക്കന്മാര്. അവർക്ക് തുല്യരായി ലോകത്താരുമില്ല. അത്രമാത്രം സാമ്പത്തികമായ സൂക്ഷ്മതയുടെ ഏറ്റവും വലിയ മാതൃകകളായിരുന്നു ഇസ്ലാമിക ഉമ്മത്തിന്റെ നായകന്മാർ എന്ന് പറയുന്നത്. ആ നായകന്മാരുടെ ചര്യകളും അവരുടെ മാതൃകകളുമാണ് ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മാതൃക എന്ന് പറയുന്നത്. ആ മാതൃകയ്ക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വിജയമില്ല, അവിടെ ഐഹിക പാരത്രിക വിജയമില്ല. അത് ചരിത്രം മാത്രമല്ല, വർത്തമാനവും അങ്ങനെ തന്നെയാണ്. ആധുനിക യുഗത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, പറയാൻ കഴിയും. പ്രസിദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവും അഭിഭാഷകനുമായിരുന്നു സിആർ ദാസ്. പാറ്റ്നയിലെ പ്രസിദ്ധമായ ഒരു സമ്പന്ന കുടുംബത്തിലെ കേസ് അദ്ദേഹത്തിന്റെ മുമ്പിലെത്തി. പാറ്റ്നയിലെ പ്രസിദ്ധമായ ഒരു റിച്ച് ഫാമിലിയുടെ, ഒരു സമ്പന്ന കുടുംബത്തിന്റെ കേസ് അദ്ദേഹത്തിന്റെ മുമ്പിലെത്തി. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പേർഷ്യൻ ഭാഷയിലായിരുന്നു. സിആർ ദാസിന് പേർഷ്യൻ ഭാഷ അറിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അറിയില്ല, പേർഷ്യൻ ഭാഷ അറിയില്ല. അതുകൊണ്ട് കക്ഷികളോട് പറഞ്ഞു, പേർഷ്യൻ ഭാഷയും നിയമവും നന്നായി അറിയുന്ന ഒരാളുടെ സഹായമില്ലാതെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പേർഷ്യൻ ഭാഷയും അറിയണം, നിയമവും അറിയണം. കാരണം അതുമായി ബന്ധപ്പെട്ട ടെർമിനോളജികൾ ധാരാളം ആ ഡോക്യുമെന്റിൽ ഉണ്ട്. അതുകൊണ്ട് അത് രണ്ടും അറിയുന്ന ഒരാളുടെ സഹായമില്ലാതെ ഈ കേസ് നടത്താനാവില്ല. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം അതിനേറ്റവും പ്രാപ്തനായ വ്യക്തി ലാഹോറിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ലാഹോറിൽ ജീവിച്ചിരിക്കുന്ന കാലം കവിയും പണ്ഡിതനുമായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലാണ്. അദ്ദേഹത്തിന് പേർഷ്യൻ ഭാഷയും അറിയാം, അതുപോലെ ധാരാളം ഭാഷകളെല്ലാം അറിയാം. പണം എത്രയായാലും അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തണം. ദാസിന്റെ കക്ഷികൾ പറഞ്ഞു, ഇഖ്ബാലിനെ ക്ഷണിച്ചു വരുത്തണം, പൈസ ഞങ്ങൾ എത്രയും കൊടുക്കാൻ തയ്യാറാണ്. ഇഖ്ബാലിനെ അവർ വിളിച്ചു വരുത്തി. പേർഷ്യൻ ഭാഷയിലുള്ള രേഖകളെല്ലാം താങ്കൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യണം എന്ന് ഇഖ്ബാലിനോട് അവർ പറഞ്ഞു. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ താമസത്തിനും ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, നിങ്ങളിതങ്ങ് പൂർത്തീകരിച്ചാൽ മതി, പരിഭാഷപ്പെടുത്തിയാൽ മതി. പരിഭാഷപ്പെടുത്തുന്ന ഓരോ ദിവസത്തിനും 1000 രൂപ നൽകും. ധൃതി പിടിച്ചൊന്നും ചെയ്യണ്ട, 2-3 ആഴ്ചകളെടുത്ത് ചെയ്താൽ മതി. അങ്ങനെ ആഴ്ചകളെടുത്ത് ചെയ്താൽ ഓരോ ദിവസത്തിനും 1000 രൂപ കിട്ടുമല്ലോ, കൂടുതൽ പണം കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് പൂർത്തീകരിക്കണ്ട. സഹോദരങ്ങളെ, അങ്ങനെയാ പറഞ്ഞത് ഇഖ്ബാലിനോട്. 2-3 ആഴ്ചയെടുത്ത് ചെയ്താൽ മതി. പക്ഷേ അദ്ദേഹത്തിന് 2-3 ആഴ്ചയൊന്നും വേണ്ടി വന്നില്ല. ഒരു ദിവസം ചെയ്യാനുള്ള പണിയേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ രാത്രി കൊണ്ട് അതെല്ലാം അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. പിറ്റേന്ന് രാവിലെ സിആർ ദാസിനെ സമീപിച്ചു. സർ, പരിഭാഷ പൂർത്തിയാക്കിയിരിക്കുന്നു. അതെന്തിനെത്ര പെട്ടെന്ന് ചെയ്തത്? നിങ്ങളോട് പറഞ്ഞത് ഓരോ ദിവസത്തിനും 1000 രൂപ ലഭിക്കുമെന്നല്ലേ?
നിങ്ങൾ ദിവസങ്ങളെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ അതെടുത്താൽ പോലും നിങ്ങൾക്ക് 1000 രൂപ എല്ലാ ദിവസത്തിനും ലഭിച്ചാൽ 30,000 രൂപയോളം കിട്ടുമല്ലോ. എന്തിനാത്ര പെട്ടെന്ന് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ടുന്ന പണി 3 ആഴ്ചയെടുത്തും 1 മാസമെടുത്തുമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ അതെനിക്ക് പറഞ്ഞതല്ല. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പണം എനിക്ക് അവകാശപ്പെട്ടതല്ല. ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ടുന്ന പണി 1 ദിവസം കൊണ്ട് ചെയ്യണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ ചെയ്യാതെ 1 മാസമെടുത്തോ 3 ആഴ്ചയെടുത്തോ ചെയ്ത് എനിക്ക് മിച്ചം വരുന്ന വരുമാനമുണ്ടല്ലോ, അത് പാപത്തിന്റെ ശമ്പളമാണ്. അതുമായി റബ്ബിന്റെ കോടതിയിലേക്ക് പരലോകത്തെത്തിപ്പെട്ട് കഴിഞ്ഞാൽ റബ്ബിന്റെ മുമ്പിൽ ഞാൻ വിചാരണ ചെയ്യപ്പെടും. മിൻ ഐന ഇക്തസബഹു, എവിടെന്നാണ് നീ അത് സമ്പാദിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയേണ്ടി വരും. ഈ കാലത്തും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? CR ദാസ് ചോദിക്കുക. ഈ കാലത്തും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. പക്ഷെ അങ്ങനെയായിരുന്നു പ്രക്ഷോഭിതമായ മാതൃകാപരമായ ഇസ്ലാമിക ജീവിതം നയിച്ച ആളുകളുടെ ചരിത്രം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അവർക്ക് പരലോകമാണ് പ്രശ്നം, പരലോകത്തെ ചോദ്യം, പരലോകത്തെ വിചാരണ, റബ്ബിന്റെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് ഞാൻ നൽകുക എന്നുള്ള ചിന്ത. ആ ചോദ്യത്തിനുള്ള മറുപടി അവർ ഈ ജീവിതത്തിൽ തന്നെ കണ്ടെത്തുകയായിരുന്നു. സഹോദരങ്ങളെ, നമുക്കറിയാം ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലം. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ ചില ആളുകളെ കുന്നിൻ മുകളിൽ നിർത്തിയിരിക്കുകയാണ്. അവരിൽപ്പെട്ട ചില ദുർബല മനസ്സിന്റെ ഉടമകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വിലപിടിപ്പുള്ള സമരാർജിത സ്വത്ത് തങ്ങളുടെ അഭാവത്തിൽ സ്വന്തമാക്കുമോ എന്ന് ആശങ്കിച്ച് ആ സ്ഥലം വിട്ട് ഇറങ്ങി വന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഉഹദിൽ വിശ്വാസി സമൂഹത്തിന് പരാജയം സംഭവിക്കുന്നതിന്റെ ഒരു കാരണം അതുകൂടിയാണ്. ഈ ഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ ഇറങ്ങുന്ന ചില വചനങ്ങളുണ്ട്. വമാ കാന ലിനബിയ്യിൻ അയ്യഖുല്ല വമൻ യഖുലുൽ യഅതി ബിമാ ഖല്ല യൗമൽ ഖിയാമ. ഒരു പ്രവാചകനും വഞ്ചന നടത്തൽ അനുവദനീയമല്ല. പ്രവാചകനാണ് എങ്കിൽ പോലും ഒരു പ്രവാചകനും വഞ്ചന നടത്തൽ അനുവദനീയമല്ല. വഞ്ചന പ്രവാചകന്മാരിൽ നിന്നൊന്നും സംഭവിക്കൂല. പക്ഷേ ചില ദുർബല മനസ്സ് അതിന്റെ ഉടമകൾ അങ്ങനെ ചിന്തിച്ചു പോയി. അങ്ങനെയൊക്കെ ചെയ്തേക്കുമോ, ഞങ്ങൾ വരുന്നതിന്റെ മുമ്പ് എല്ലാം അവിടെയുള്ള ആളുകൾ എടുത്തു പോകുമോ എന്ന് ചിന്തിച്ചപ്പോഴാണ് വമാ കാന ലിനബിയ്യിൻ അയ്യഖുല്ല വമൻ യഖുലുൽ യഅതി ബിമാ ഖല്ല യൗമൽ ഖിയാമ. ആരെങ്കിലും വഞ്ചന നടത്തിയാൽ ആ വഞ്ചിക്കപ്പെട്ട വസ്തുവുമായി നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തേണ്ടി വരും. അതിന്റെ ഭാരവുമായി അതും ചുമന്ന് റബ്ബിന്റെ അടുക്കലേക്ക് വരേണ്ടി വരും. വല്ലാഹി ലാ യഖുദു അഹദും മിൻകും ശൈഅൻ ബിഗൈരി ഹഖ്ഖിഹി ഇല്ലാ ലഖിയ അല്ലാഹ തആല യഹ്മിലുഹു യൗമൽ ഖിയാമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അല്ലാഹുവാണേ സത്യം, അന്യായമായി നിങ്ങൾക്ക് അവകാശപ്പെടാത്ത എന്തെങ്കിലും ആരെങ്കിലും എടുത്താൽ അന്ത്യദിനത്തിൽ അത് വഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അയാൾ വരേണ്ടി വരും. റബ്ബിനെ അയാൾ കണ്ടുമുട്ടേണ്ടി വരും. റബ്ബ് ചോദിക്കും, ഇതെവിടെ നിന്ന് കിട്ടി? ഇതെവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് ചുമന്നാണ് ഇത് വരുന്നത്? അതുകൊണ്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന ഇൻദഹു മദ്ലമത്തുൻ ലി അഖീഹി മിൻ ഷൈഇൻ. ആരുടെയെങ്കിലും അടുക്കൽ തന്റെ സഹോദരന്റെ ഏതെങ്കിലും അവകാശമുണ്ടെങ്കിൽ ഫല്യതഹല്ലൽഹു മിൻഹുൽ യൗം ഖബ്ല അല്ലാ യകൂന ദീനാറും വലാ ദിർഹം. ദീനാറും ദിർഹമൊന്നും ഉപകാരപ്പെടാത്ത ഒരു ദിനമുണ്ട്. ആ ദിനം വരുന്നതിന്റെ മുമ്പ് തിരിച്ചു കൊടുത്തേക്കണം. ഇതൊന്നും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്ന സംഗതിയല്ല. ഈ ദീനാറോ ഈ ദിർഹമോ ഈ രൂപയോ ഈ കറൻസിയോ ഈ 500 ഈ 200 ഈ ബാങ്ക് ബാലൻസോ ഒന്നും ഉപകാരപ്പെടില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും അടുക്കൽ ആരാൻ്റെതായിട്ട് വല്ലതുമുണ്ടെങ്കിൽ ഇതൊന്നും ഉപകാരപ്പെടാത്ത ഒരു ദിനം വരുന്നതിന്റെ മുമ്പ് അത് തിരിച്ചു കൊടുത്തേക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയാം. ഈ രീതിയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണെന്ന് അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ധനം അപകരിച്ചെടുത്താൽ ഫഖദ് ഔജബല്ലാഹു അലൈഹി നാര വഹറമ അലൈഹിൽ ജന്ന. അയാൾക്ക് നരകം നിർബന്ധമായിരിക്കുന്നു, സ്വർഗം നിഷിദ്ധമായിരിക്കുന്നു. മുസ്ലിമിന്റെ ധനം അന്യായമായിട്ട്, മുസ്ലിമിന്റെ എന്നല്ല, ആരുടെ ധനോ
അന്ന് മദീനയിൽ ധാരാളമുള്ളത് മുസ്ലിങ്ങളാ. അതുകൊണ്ട് മുസ്ലിമിന്റെ ധനം എന്ന് പ്രയോഗിച്ചു എന്ന് മാത്രം. അന്യായമായിട്ട് ആരുടെയെങ്കിലും ധനം ആരെങ്കിലും അപഹരിച്ചെടുത്താൽ അയാൾക്ക് നരകം നിർബന്ധമായിരിക്കുന്നു, സ്വർഗം നിഷിദ്ധമായിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വഇൻ കാന ഖളീബൻ മിൻ അറാഖിൻ, അതൊരു അറാഖിന്റെ കഷ്ണമാണെങ്കിലും, അറബികൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന അറാഖിന്റെ കഷ്ണേ, ഒരു അറാഖിന്റെ കഷ്ണമാണെങ്കിൽ പോലും അങ്ങനെയാ. ഒരുപാടുണ്ട് ഹദീസുകൾ. ആ ഹദീസുകൾ മിക്കതും എന്നല്ല ഞാൻ ഈ പറഞ്ഞത്, മിക്കതും എല്ലാം എന്ന് തന്നെ പറയാം സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹുൽ ബുഖാരിയിലുമുള്ളതാണ് സഹോദരങ്ങളെ. അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ദുർബലമാവാൻ സാധ്യതയില്ലാത്ത പ്രവാചക വചനങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാ പറഞ്ഞത്, മനിസ്തഅമൽനാഹു മിൻകും അലാ അമലിൻ, നിങ്ങൾ അല്ലാഹു തആല ഒരു ചുമതല ഏൽപ്പിച്ചു, ഫകതംനാ മുഹീതൻ ഫമാ ഫൗഖഹു, ഒരു സൂചിയോ അതിന് മീതെയുള്ളതോ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചാൽ അത് വഞ്ചനയാണ്, പരലോകത്തേക്ക് ആ വഞ്ചനയുമായിട്ട് വരേണ്ടി വരും. ഒരു സൂചി, ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ഗവർണർ പദവിയോ മറ്റോ നിങ്ങളിൽ ഒരാളെ ചുമതലപ്പെടുത്തി അതിനുശേഷം ഒരു സൂചിയോ അതിന് താഴെയുള്ളതോ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചാൽ അതുമായിട്ട് നാളെ പരലോകത്ത് വരേണ്ടി വരും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴാണ് ഫഖാമ ഇലൈഹി റജുലുൻ അസ്വദ് മിനൽ അൻസ്വാർ, അൻസ്വാറുകളിൽപ്പെട്ട കറുത്ത നിറമുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു. അയാളുടെ രൂപം പറഞ്ഞു എന്ന് മാത്രം. അൻസാറുകളിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, യഖ്ബൽ അന്നി അമലക്, എന്റെ ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുത്തോളൂ, ആരെങ്കിലൊക്കെ ഏൽപ്പിച്ചോളൂ, എനിക്കൊന്നും ചുമതല ഏൽക്കാൻ കഴിയില്ല. കാരണം ഒരു സൂചി എന്നൊക്കെ പറഞ്ഞാൽ അതെത്ര നിസ്സാരമായ കാര്യമാണ്. വമാലക്, നിനക്ക് എന്ത് പറ്റി, താങ്കൾക്ക് എന്ത് പറ്റി, എന്താണ് ഉത്തരവാദിത്തം ഒഴിയുന്നത്? പ്രവാചകരെ, നിങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത്, ഒരു സൂചിയോ അതിന് മീതെയുള്ളതോ എന്നാണല്ലോ അങ്ങ് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് അത്രയൊക്കെ സൂക്ഷിക്കാൻ മനുഷ്യന് സാധിക്കുമോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പ്രവാചകൻ എന്തേ ചിന്തിച്ചത്? പ്രവാചകൻ മാറ്റി പറഞ്ഞു. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആരും ഉത്തരവാദിത്തം ഏൽക്കാൻ തയ്യാറില്ലെങ്കിൽ വേണ്ട, നമുക്ക് അതങ്ങ് ഒഴിവാക്കാം, ആ പരാമർശം അങ്ങ് ഒഴിവാക്കാം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന അഖൂലുഹുൽ ആൻ, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക. ഒരു സൂചിയോ അതിന് മീതെയുള്ളതോ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചാൽ അത് വഞ്ചനയാണ്, ആ വഞ്ചനയുമായി നാളെ പരലോകത്ത് വരേണ്ടി വരും. അതുകൊണ്ട് ആരെയെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫൽയജീഉ ബിഖലീലിഹി വകസീരിഹി, കുറഞ്ഞതും കൊണ്ടുവരണം കൂടിയതും കൊണ്ടുവരണം. ഫമാ ഊതിയ മിൻഹു അഖദ വമാ നുഹിയ അൻഹു ഇൻതഹാ, അയാൾക്ക് ലഭിച്ചത് ശമ്പളമായിട്ടൊക്കെ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു സംഖ്യയുണ്ടാവും, അത് സ്വീകരിച്ചോട്ടെ. അതിനപ്പുറത്തെല്ലാം അയാൾക്ക് വിലക്കപ്പെട്ടതാണ്, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ, അത് പൊതു ഖജനാവിനെ ഏൽപ്പിച്ചേ പറ്റൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, അങ്ങനെയാണ് ഇസ്ലാം അഴിമതിയെ ഇല്ലാതാക്കിയത്, അങ്ങനെയാണ് ഇസ്ലാം നിഷിദ്ധമായ സമ്പാദ്യങ്ങൾക്കെതിരെ ശബ്ദിച്ചത്. രണ്ട് സ്വഹാബിമാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു കാര്യത്തിൽ തർക്കവുമായി വന്നിരിക്കുകയാണ്. രണ്ടുപേരും പറയുന്നു ഒരു സംഗതി അയാളുടേതാണ്. രണ്ടാളും പറയാണ്, അങ്ങനെയാണല്ലോ തർക്കം എന്ന് പറയുന്നത്, അതെന്റേതാണ്, ഇത് രണ്ടാളും പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന ബശറുൻ, നിശ്ചയം ഞാനൊരു മനുഷ്യനാണ്. വഇന്നകും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എൻ്റെ അടുക്കൽ തർക്കിച്ചു കൊണ്ടുവരികയാണ്. അതുകൊണ്ട് വലഅല്ല ബഅദുകും യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, നിങ്ങളിൽ ചില ആളുകൾ വാചക സാമർഥ്യം കൊണ്ട് ചിലരെക്കാൾ സ്ഫുടമായിട്ട് വാചകടിക്കാൻ കഴിയുന്ന ആൾക്കാരായിരിക്കാം, നന്നായിട്ട് തർക്കിക്കാൻ കഴിയുന്ന ആൾക്കാരായിരിക്കാം, നന്നായിട്ട് പിടിച്ചു നിൽക്കും. എന്നാൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഫഅഖലീലഹു ബിനഹബിമാ അസ്മഉ, ഞാൻ കേട്ടതനുസരിച്ച് എനിക്ക് വിധിക്കാൻ കഴിയൂ, നിങ്ങളിൽ നിന്ന് കേട്ടതനുസരിച്ച് എനിക്ക് വിധിക്കാൻ കഴിയൂ. എന്നാൽ പോലും ഫമൻ ഖലൈതു ലഹു ബിഹഖി അഖീഹി ഫഇന്നമാ അഖതഉ ലഹു ഖിത്അതൻ മിനൻ നാർ, തന്റെ സഹോദരന്റെ അവകാശം അയാളുടെ ന്യായവാദം കേട്ട് സാമർത്ഥ്യം കൊണ്ട് ഞാൻ തെറ്റായി ധരിച്ചുകൊണ്ട് സഹോദരന്റെ അവകാശം നിങ്ങളിൽ ഒരാൾക്ക് നൽകിയാൽ, ഞാനാണ് നൽകുന്നതെങ്കിൽ പോലും നരകത്തിന്റെ കഷ്ണമാണ് അയാൾ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഈ രണ്ട് സ്വഹാബിമാരും പിന്മാറാൻ, ഏതായാലും രണ്ടിൽ ഒരാളതാവുമല്ലോ അത്, പക്ഷെ രണ്ടുപേരും പിന്മാറി എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ട പ്രവാചകരെ,
ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പരലോകത്ത് അതിനൊന്നും മറുപടി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ രണ്ട് സ്വഹാബിമാരും പിന്മാറി എന്നാ പറയുന്ന സഹോദരങ്ങളെ. അതാണ് പരലോക ബോധ്യം എന്ന് പറയുന്നത്. ആ പരലോക ബോധ്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹം സാമ്പത്തികമായ അച്ചടക്കം നിലനിർത്തേണ്ടത്, സാമ്പത്തികമായ സൂക്ഷ്മത നിലനിർത്തേണ്ടത്. അത് നിലനിർത്താൻ നമുക്ക് സാധിക്കും പരലോകത്തിലുള്ള ദൃഢമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ. സഹോദരങ്ങളെ, ഒരു ചാൺ ഭൂമിയാണ് അപകരിച്ചെടുത്തതെങ്കിൽ പോലും റബ്ബിന്റെ കോടതിയിൽ അതിന് ശിക്ഷയുണ്ട്. മൻ ളലമ ഖൈദ ശിബ്രിൻ മിനൽ അർദി തബ്ബഖഹു മിൻ സബ്ഇ അർദീൻ. ഒരു ചാൺ ഭൂമി ആരെങ്കിലും അപകരിച്ചെടുത്താൽ 7 ഭൂമികൾ അയാൾക്ക് മാലയായിട്ട് ധരിപ്പിക്കപ്പെടും എന്നാ പറഞ്ഞത്. 7 ഭൂമിയുടെ കട്ടിയുള്ള മാല ശിക്ഷയായിട്ട് അയാളെ അണിയിക്കപ്പെടും. നോക്ക് നിങ്ങൾ, ഭാരം കൊണ്ട് നടക്കാൻ കഴിയോ, നിൽക്കാൻ കഴിയോ ആ മനുഷ്യര്? എന്താ 7 ഭൂമിയുടെ കട്ടിയുള്ള മാല അണിയിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അല്ലാഹു അഅലം വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അവന്റെ ദൂതനും അറിയാം. പക്ഷേ പ്രയോഗം അങ്ങനെയാണ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥന റബ്ബ് തആല സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ സമ്പാദ്യം ഹലാലാവണം. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഉദുഅല്ലാഹ അയ്യജഅലനി മുസ്തജാബദ് ദഅവ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണം. പ്രവാചകരെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്താൻ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാലും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവരിൽ എന്നെ ഉൾപ്പെടുത്താൻ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാലും, യാ സഅദ് അതിബ് മതഅമക തകുൻ മുസ്തജാബദ് ദഅവ, സഅദേ നിന്റെ ഭക്ഷണം നന്നാക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, ഹലാലായ ഭക്ഷണം, ത്വയ്യിബായ ഭക്ഷണം, നിനക്ക് അവകാശപ്പെട്ട ഭക്ഷണം നീ കഴിക്കണം. എങ്കിൽ നീ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടും. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ ആ പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്നൽ അബ്ദ ലയഖദിഫുൽ ലുഖ്മത്തൽ ഹറാമ ഫീ ജൗഫിഹി മാ യുതഖബ്ബലു മിൻഹു അമലുൻ 40 യൗമാ. നിഷിദ്ധമായ സമ്പാദ്യം ഒരു മനുഷ്യൻ തന്റെ അകത്തേക്ക് കയറ്റിയാൽ 40 ദിവസത്തെ അയാളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. നിഷിദ്ധമായ സമ്പാദ്യം ഒരു മനുഷ്യൻ അയാളുടെ അകത്തേക്ക് കയറ്റിയാൽ 40 ദിവസത്തെ അയാളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ല. മഅദല്ലാഹ്. വഅയ്യുമാ അബ്ദിൻ നബത ലഹ്മുഹു മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏത് മനുഷ്യനാണ്, ഏതടിമയാണ് അയാളുടെ മാംസം വളർന്നത് ഹറാമിലൂടെ പുഷ്ടിപ്പെട്ട ശരീരമാണ് അയാളുടെ ശരീരം. ഫന്നാറു ഔലാ ബിഹി, നരകമാണ് ആ ശരീരത്തോട് ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, നിഷിദ്ധമായ സമ്പാദ്യങ്ങൾ, പലിശ പോലെ, അതുപോലെ തന്നെ മണി ചെയിൻ മാർക്കറ്റ്, എന്തെല്ലാം നിഷിദ്ധമായ സമ്പാദ്യങ്ങളാണ് സമൂഹത്തിലുള്ളത്. അത് അകത്തോട്ട് ചെന്നാൽ, എന്ത് നിഷിദ്ധമായ സമ്പാദ്യമാവട്ടെ, അകത്തോട്ട് ചെന്നാൽ അതിന്റെ തിക്തഫലം പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. പരലോകത്ത് മാത്രമല്ല, ഈ ലോകത്ത് തന്നെ അനുഭവിക്കും. നിഷിദ്ധമായ സമ്പാദ്യം അകത്തോട്ട് ചെന്നാൽ അതിന്റെ തിക്തഫലം ഈ ലോകത്ത് തന്നെ അനുഭവിക്കും. അറേബ്യയിലെ വലിയ അംബാനിയായിരുന്നല്ലോ അബൂലഹബ്, അറേബ്യയിലെ വലിയ സമ്പന്നൻ. 200 ഊക്കിയ സ്വന്തമായിട്ടുള്ള ആൾ അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അബൂലഹബിന്റെ കൈവശം അതുണ്ടായിരുന്നു. എത്ര പൈസ ഉണ്ടായിട്ടെന്താ? അവസാനം അബൂലഹബ് കഅബാലയത്തിന്റെ ഭണ്ഡാരം കുത്തിത്തുറന്നു എന്നാ പറയുന്നത്. കഅബാലയത്തിന്റെ ഭണ്ഡാരം കുത്തിത്തുറന്നു. അള്ളാന്റെ ഭവനത്തിന്റെ ഫണ്ട് മോഷ്ടിച്ച ആളുകളെ പടച്ചോൻ വെറുതെ വിടുവോ? പടച്ചോൻ വെറുതെ വിട്ടിട്ടില്ല. അബൂലഹബിനെ വെറുതെ വിട്ടിട്ടില്ല. ഏറ്റവും മോശമായ മരണമാണ് അബൂലഹബ് അനുഭവിച്ചത് എന്നുള്ളതാണ്. ഏറ്റവും മോശമായ മരണം എന്ന് പറഞ്ഞാൽ പുഴുത്തു നാറുന്ന രോഗം. രോഗിയെ സമീപിക്കുന്നില്ല, ഭാര്യ സമീപിക്കുന്നില്ല, മക്കളും സമീപിക്കുന്നില്ല. അവസാനം മരിച്ചിട്ട് മറമാടാൻ പോലും ആളുകൾ മുന്നോട്ട് വരുന്നില്ല. കാരണം പുഴുത്തു നാറാണ് ശരീരം. അങ്ങനെയുള്ള ഡെഡ് ബോഡിയാണ്. മറമാടാൻ ആളുകൾ മുന്നോട്ട് വരുന്നില്ല. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. സമ്പത്തോ സമ്പാദ്യമോ മക്കളോ ഒന്നും അബൂലഹബിന് ഉപകാരപ്പെട്ടില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അവസാനം അബുസീനിയയിൽ നിന്നുള്ള ഏതാനും ചില തൊഴിലാളികൾ വന്ന് ഒരു പൂച്ചയെ കുഴിച്ചിടുന്നത് പോലെയാണ് അബൂലഹബിനെ മറമാടിയത് എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ധനം, മാലുള്ള അപഹരിച്ചവർക്കുള്ള ശിക്ഷയാണ് സഹോദരങ്ങളെ. അത് തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരെ അള്ളാഹു ഈ ലോകത്ത് തന്നെ ശിക്ഷിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിൽ. സയസ്ലാ നാറൻ ദാത്ത ലഹബ്. തീർന്നില്ല, നരകത്തിൽ കത്തിയെരിയുന്നതാണ്. ഖുർആൻ പറയാണ്,
ഇന്ന റിജാലൻ യതഖവ്വലൂന ഫീ മാലില്ലാഹ്. വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിന്റെ ധനത്തിൽ അവരെ കൈകടത്തും. അവർക്ക് തോന്നും പോലെ അത് കൈകാര്യം ചെയ്യും. അങ്ങനെ കൈകാര്യം ചെയ്താൽ അബൂലഹബ് അനുഭവിച്ച ശിക്ഷയാണ് അവർക്ക് വരാനിരിക്കുന്നത്. അള്ളാഹുവിന്റെ ധനം തോന്നും പോലെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, മാലുള്ള വഖഫ് ധനങ്ങൾ അത് തോന്നും പോലെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, പള്ളികളുടെയും മദ്രസകളുടെയും മറ്റ് ദീനീ സ്ഥാപനങ്ങളുടെയും ഒക്കെ ധനം സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ചെയ്താൽ അതിന്റെ ശിക്ഷ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലഹുമുന്നാറു യൗമൽ ഖിയാമ. അവർക്ക് നരകമാണ് പരലോകത്ത്. അവരനുഭവിക്കാൻ പോകുന്നത് നരക ശിക്ഷയാണ്. സഹോദരങ്ങളെ, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിറകോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ആളുകളാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. കോവിഡ് വാക്സിൻ കുത്തിവെച്ച് രക്തം കട്ടപിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ വാർത്തകളുണ്ട്. അതിന്റെ നിർമ്മാതാക്കൾ തന്നെ അത് ശരിവെക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. നമ്മളൊക്കെ അതൊക്കെ സ്വീകരിച്ച ആളുകളല്ലേ. അതുകൊണ്ട് മനുഷ്യരിങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് മരണത്തെ സംബന്ധിച്ചുള്ള ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. സാമ്പത്തിക രംഗത്തെന്നല്ല, എല്ലാ മേഖലയിലും അള്ളാഹനെ സൂക്ഷിക്കുക. ഫത്തഖുല്ലാഹ മസ്തതഅതും. സഹോദരങ്ങളെ, വകുല്ലു ഇൻസിൻ മുസ്ബിഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകിൻ അലൈഹി. ഓരോ മനുഷ്യനും കുടുംബത്തിൽ നേരം വെളുക്കുകയാണ്, പക്ഷേ വൽ മൗതു അദ്നാ, മരണം അയാളുടെ ഏറ്റവും അടുത്തിരിക്കുന്നു. മിൻ ശിറാകിൻ അലൈഹി, ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അടുത്തിരിക്കുന്നു. ആ രീതിയിൽ മനുഷ്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതാണ് മരണം എന്നുള്ള ചിന്തയോടെ സഹോദരങ്ങളെ, യാദൃശ്ചിക മരണങ്ങൾ ധാരാളമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചും കൂടുതൽ തഖ്വയോടുകൂടി മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. ഖബർ വിശാലമാക്കി തരുമാറാവട്ടെ. കണ്ണെത്താ ദൂരത്തോളം നമ്മുടെ എല്ലാവരുടെയും ഖബർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു തആല അവന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത്
ഷഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ ഗണത്തിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ കൂട്ടത്തിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സർവോപരി മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം സന്തോഷത്തോടെ സംഗമിക്കുന്നവരുടെ കൂട്ടത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അല്ലാഹു തആല മതനിരപേക്ഷ ശക്തികളെ വിജയിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു വർഗീയതയും ഫാസിസത്തെയും എന്നേക്കുമായി നമ്മുടെ രാജ്യത്ത് പരാജയപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഗസ്സയിലെ സ്ത്രീകളെയും ഗസ്സയിലെ കുഞ്ഞുങ്ങളെയും പഠിച്ചവരെ എല്ലാ അർത്ഥത്തിലും നീ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, കടത്തിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ബന്ധപ്പെട്ടവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ പരീക്ഷകളുടെ റിസൾട്ട് കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് ഉന്നത വിജയം നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് തഖ്വയും ഈമാനും ഇഹലോകത്ത് ഉയർന്ന വിദ്യാഭ്യാസവും അവരെഴുതുന്ന പരീക്ഷകളിലെല്ലാം ഉന്നതമായ വിജയവും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാ, പടച്ചവരെ, ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട്. പടച്ചവരെ റബ്ബേ, ഞങ്ങൾക്ക് ഉടമസ്ഥനായി അല്ലാ എന്ന് വിളിക്കാൻ നാഥനായി റബ്ബായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ചു തരേണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. സഹോദരങ്ങളെ, മഴ ലഭിക്കാത്ത വല്ലാത്തൊരവസ്ഥയുണ്ട്. അതിനുവേണ്ടി കൂടി രണ്ട് വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പടച്ചവനെ അല്ലാ, പടച്ചവനെ നല്ല ഒരു മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ച് തരേണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അസ്കിനുൽ ഗൈസ് ഗൈസൻ മുഗൈസൻ ഹനീഅൻ മരീഅ. അല്ലാഹുമ്മ ഹവാലൈനാ ലാ അലൈനാ. പടച്ചവനെ, നല്ല മഴ പടച്ച തമ്പുരാനെ, മഴ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാ പ്രദേശങ്ങൾക്കും നീ സമ്മാനിക്കണമേ നാഥ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.